മച്ചിങ്ങ നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്ത് പല രീതിയിൽ കളിക്കാറുണ്ടായിരുന്നു അല്ലേ. നമ്മൾ രണ്ട് ഈർക്കിലി വെച്ചിട്ട് എന്താണ് നൂലുകൊണ്ട് വലിച്ച് കളിക്കും. പിന്നെ നമ്മൾ കുട്ടിപ്പേരെയൊക്കെ കെട്ടി കളിക്കുമ്പോൾ ചമ്മന്തി അരക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ കളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഒരു ഉപയോഗം പണ്ട് എൻ്റെ ഉമ്മാമ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു തണുപ്പ് കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തൊണ്ടവേദന, അസ്വസ്ഥതകൾ. തൊണ്ടക്ക് ഉണ്ടാവുന്ന തൊണ്ടവേദന മാത്രമല്ല, തൊണ്ടയിലുണ്ടാവുന്ന എന്താണ് ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥത, ജലദോഷം, വിട്ടുമാറാതെ തുമ്മല്, ഇവയ്ക്കെല്ലാം എല്ലാ ദിവസവും ഒരു 1/4 ടീസ്പൂൺ ഇത് കഴിച്ചാൽ മതി കേട്ടോ. അസ്വസ്ഥത ഇല്ലെങ്കിലും നമുക്ക് ഇത് കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുക, മുതിർന്നവർക്കാണെങ്കിൽ കൂടുതൽ കൊടുക്കുക. ഇഞ്ചി, പനിക്കൂർക്കയില, പനക്കൽക്കുണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ ശർക്കര എടുക്കുക, ചക്കര എടുക്കുക, ഏതാണ് നിങ്ങളെ കയ്യിലുള്ളത് അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ട തിപ്പലിയാണ് കേട്ടോ. തിപ്പലി വളരെ നല്ലതാണ്. നമ്മുടെ കഫക്കെട്ടിനാകട്ടെ, നെഞ്ചിലുണ്ടാവുന്ന കഫക്കെട്ടാകട്ടെ, അല്ലെങ്കിൽ ജലദോഷം ആകട്ടെ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനൊക്കെ വളരെ നല്ലതാണ്. ശക്തിയായിട്ടുള്ള ചുമ മാറ്റാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒരു സാധനമാണ് തിപ്പലി. പിന്നെ അത് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഈ പനിക്കൂർക്കയും ഇഞ്ചിയും കൂടെ കുറച്ച് ഒരു കാ ഗ്ലാസ് വെള്ളമൊഴിച്ച്, കൂടുതലൊന്നും വെള്ളം ഒഴിക്കരുത്, 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരിച്ചെടുക്കുന്നത് ചെറിയ കുട്ടികൾക്ക് വരെയും കൊടുക്കുന്നത് കൊണ്ടാണ്. മുതിർന്നവർക്കാണെങ്കിൽ തരിതരിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ ഇത് കുട്ടികൾക്ക് കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ചക്കര തീർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഉണ്ടാക്കിയത് ചക്കര കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കര തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് തന്നെ അസ്വസ്ഥതകളൊക്കെ വളരെ കുറവാണ്. തൊണ്ടവേദന വന്നാലും 2 ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടും. പിന്നെ വരാതിരിക്കുവാനും നമ്മൾ ഇല്ലാത്ത സമയങ്ങൾ, ഇപ്പം നമുക്ക് ചുമയുണ്ട്, ജലദോഷമുള്ള സമയത്ത് മാത്രമല്ല, അല്ലാണ്ടും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വെച്ച് എല്ലാ ദിവസവും കഴിച്ചാൽ വളരെ നല്ലതാണ്. നമ്മളുടെ ബ്ലഡ് ശുദ്ധീകരിക്കുവാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പനിക്കൂർക്കയില ചവച്ച് തിന്നുന്നവരാണെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലിട്ടാൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് അരച്ചെടുത്തത്. എന്നിട്ട് ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇഞ്ചി നീരിലും പനിക്കൂർക്കയുടെ നീരിലും ഇരുന്ന് ആ ശർക്കര നല്ലതുപോലെ കുറുകി വരണം. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ തിപ്പലി പൊടിച്ചത്, ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നാരങ്ങ നീരും അതുപോലെ തേനും ചേർത്ത് കഴിച്ചാൽ വളരെ റിസൾട്ടാണ് കേട്ടോ അത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നല്ല ജീരകം, ചെറിയ ജീരകം എന്ന് പറയില്ലേ, അത് പൊടിച്ചതാണ്. ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവം നിങ്ങൾക്ക് എന്താ പറയുക, ചൂയായിട്ട് കഴിക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലതുപോലെ ഒന്ന് ഇതാക്കി എടുക്കുക, എന്താ പറയുക, കട്ടിയാക്കി എടുക്കുക. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു പരുവം എന്ന് പറയുമ്പോൾ നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ലേഹ്യത്തിൻ്റെ പരുവമില്ലേ, ആ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് അത് കഴിക്കാൻ എളുപ്പമാണല്ലോ. ഇനി ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെയൊക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. ഇത്തിരിയും കൂടെ നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കുക ഈ ഒരു മിശ്രിതം. അതിനുശേഷം നമ്മൾ ഒരു ലോലിപോപ്പ് പോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടുകൂടി കഴിക്കും കേട്ടോ. അത് ഇത്തിരിയും കൂടെ നല്ലതുപോലെ ഒന്ന് മുറുക്കി എടുക്കണം. ആ ഒരു ലൂസി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഇത്തിരിയും കൂടെ സ്റ്റിക്കി ആയിട്ട് ഒരു നൂൽ പരുവം എന്ന് പറയില്ലേ, അതുപോലെ നമ്മൾ ഇതാക്കിയെടുത്താൽ മാത്രമേ ഈ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ. ഇത് നേരത്തെ ഞാൻ കാണിച്ച പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാനായിട്ട്. അപ്പം ഞാൻ 2 വിധത്തിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു ജ്യൂസി ആയിട്ട് ഇങ്ങനെ നമുക്ക് കോരി കൊടുക്കാൻ പറ്റുന്ന, എല്ലാ ദിവസവും രാവിലെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട്, ചെറിയ കുട്ടികളാണെങ്കിൽ 1/4 ടീസ്പൂണിന്റെ താഴെ മാത്രം കൊടുത്താൽ മതി.
മുതിർന്നവരാണെങ്കിൽ 1/4 ടീസ്പൂൺ കൊടുക്കാം. ഇത് ചുമയും ജലദോഷവും അസ്വസ്ഥതയും ഉള്ള സമയങ്ങളിലാണെങ്കിൽ ഒരു ദിവസത്തിൽ 3-4 പ്രാവശ്യം നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ചുമയുടെ ഒക്കെ മരുന്ന് കഴിക്കുമ്പം അതിന് നല്ല രീതിയിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ നല്ല ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു ചുമയുടെ അസ്വസ്ഥത മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ചേർത്തേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നല്ല കഫക്കെട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കണം. വളരെ നല്ലൊരു ഹോം റെമഡിയാണ്. പണ്ട് കാലങ്ങളിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ നമ്മൾ ചുമയുടെ മരുന്നൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു സൈഡ് എഫക്റ്റ് പിന്നീട് നമുക്ക് വരും. ഇതുപോലെ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾക്ക് വരെയും ഇതൊന്ന് വെച്ചു കൊടുക്കാവുന്നതാണ്. അവർ നല്ല ഇഷ്ടത്തോടുകൂടി കഴിക്കും. നേരിയ ഒരു എരിവും നല്ല മധുരവും ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ജീരകത്തിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എണ്ണ പാക്കറ്റിൽ നിന്നും എണ്ണ ഒഴിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അത് പുറത്തേക്ക് പോകുക എന്നുള്ളത് അല്ലേ. ഇപ്പം ഞാൻ ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലിയ പാക്കറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം വളരെ ചെറുതായിപ്പോയി. ചെറിയ പാക്കറ്റ് ആയതുകൊണ്ട് ഒരു കിലോയുടെ പാക്കറ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മൂല ഇതുപോലെ വെട്ടിക്കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ. ഈ ആ ഒരു വെട്ടിയെടുത്ത ആ ഒരു ഭാഗത്തിൻ്റെ തുമ്പ് ഭാഗം വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു വെട്ടിയെടുത്ത ഭാഗം കുപ്പിയിലേക്ക് വെച്ചു കൊടുത്ത് ഇതുപോലെ എണ്ണ ഒഴിച്ചാൽ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല സേഫും ആയിരിക്കും. നമുക്ക് യാതൊരു പേടിയില്ലാതെ തന്നെ നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പലപ്പോഴും ആ കുഞ്ഞിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ ഇതുപോലുള്ള ട്രിക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു മൂടീൻ്റെ ആ ഭാഗത്തേക്ക് ഇതൊന്ന് ഇറക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല സൂപ്പർ ട്രിക്കല്ലേ. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് മഴയാകട്ടെ വെയിലാകട്ടെ നമ്മൾ ഹാങ്കറിൽ നമ്മളുടെ ഷർട്ടൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും അത് നിലത്തൊക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണാം. ഒരു ചെറിയ കാറ്റ് വന്നാൽ മതി ആ ഒരു ഡ്രസ്സ് താഴോട്ട് വീഴും. ഷർട്ടൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കട്ടിയുള്ള ഒരു തുണിയൊക്കെയാണ് നമ്മൾ ഹാങ്കറിൽ ഇടുകയാണെങ്കിൽ അത് സേഫായിട്ടൊക്കെ കിടക്കും. പക്ഷെ മിക്കപ്പോഴും ഷർട്ടാണ് നിലത്തേക്ക് വീണ് കിടക്കുക. അപ്പോൾ ഈ ഒരു ടാഗില്ലേ, ഈ ഒരു ടാഗിൻ്റെ ഉള്ളിൽ കൂടി ഹാങ്കർ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും അത് വീഴില്ല കേട്ടോ. കൊടുങ്കാറ്റ് എന്നൊക്കെ ഒരു തമാശക്ക് പറയണം. കമൻറ്റ് വഴി ഇനി എന്നെ ആരും ഇതാക്കേണ്ട, ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. കാറ്റിലൊന്നും നിലത്തേക്ക് വീഴില്ല കേട്ടോ. ഒന്ന് ചെയ്തു നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ മച്ചിങ്ങ, ഇന്നത്തെ താരമാണ് നമ്മുടെ മച്ചിങ്ങ അല്ലേ. മച്ചിങ്ങ സൂപ്പറാണ്. നമ്മൾ ചെറുപ്പത്തിൽ തേങ്ങ അരച്ച ചമ്മന്തിയൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ച ചമ്മന്തിയൊക്കെ നമ്മൾ കുട്ടിപ്പേരെയൊക്കെ കെട്ടി കളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു മച്ചിങ്ങ എടുത്ത് ഇതുപോലെ ഒരച്ചൊക്കെ ഉണ്ടാക്കി ഒരു പ്രത്യേക ഫീല് തന്നെയായിരുന്നു. ഇക്കാലത്തുള്ള കുട്ടികൾക്ക് അത് വല്ലതും അറിയോ അല്ലേ. അപ്പോൾ നമ്മൾ നല്ല മൂത്ത മച്ചിങ്ങയല്ല, ഇടത്തരം ഉള്ള മച്ചിങ്ങ നല്ല സൂപ്പറായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും. മൂത്തതാണെങ്കിൽ ഇത്തിരി പാടായിരിക്കും. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കളഞ്ഞ് ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക. ഇടികല്ലുണ്ടെങ്കിൽ അത് ഇടികല്ല് തിരിച്ചു വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. കുട്ടികളുടെ മുടി കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മച്ചിങ്ങ അരച്ച് തേച്ചാൽ നല്ലതാണ് കേട്ടോ. അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഒരു മച്ചിങ്ങ അരച്ച് തലയിൽ തേക്കും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, തരിതരി പോലെ വരുന്ന കുരുക്കൾ വരില്ല. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ തലൻ്റെ ഭാഗത്ത് ഒരു കട്ടിയായിട്ടൊരു ഇത് വരില്ലേ, ലെയർ, അത് വരാതിരിക്കാനൊക്കെ വളരെ നല്ലതാണെന്ന് എൻ്റെ ഉമ്മാമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ തണുപ്പ് നൽകും.
മുടി വടിക്കുമ്പോൾ ആ ഭാഗം നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ മച്ചിങ്ങ തേക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ. അതുപോലെ വെറ്റിലയും തേച്ചാലും നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മാമ അവരൊക്കെ പറഞ്ഞെന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് നമ്മൾ മച്ചിങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതേ ക്വാണ്ടിറ്റി തന്നെ നമ്മളുടെ ജാതിക്കയില്ലേ, ജാതിക്ക കൂടി ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ക്വാണ്ടിറ്റി എടുക്കുക. ജാതിക്ക മാത്രം നമ്മൾ ഫേസിൽ ഇടുകയാണെങ്കിൽ ഒരു നീറലൊക്കെ ഉണ്ടാവും. ഈ ജാതിക്ക നമ്മളുടെ പിഗ്മെന്റേഷൻ മാറ്റുവാനായിട്ട് സൂപ്പറാണ് കേട്ടോ. നമ്മൾ കുരുക്കൾ മാറ്റുവാനും പിഗ്മെന്റേഷൻ മാറ്റുവാനും മുഖക്കുരു വന്നിട്ടുള്ള പാട് മാറ്റുവാനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മിക്കവർക്കും ആ ഒരു ജാതിക്ക ഡയറക്റ്റ് തേക്കുമ്പോൾ അത് സ്കിന്നിന് അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ മുഖത്ത് ഇടാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഏതൊരു കാര്യം എല്ലാവരും സ്കിന്ന് സെയിം ആവില്ല, വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇടുക. ഇപ്പോൾ ചെറിയ ചെറിയ തരി കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് നിങ്ങളുമായിട്ട് കാണിച്ചത് കേട്ടോ. 1-2 പ്രാവശ്യം ഇടുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് ഫേസ് കിട്ടുന്നതാണ്. ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് മച്ചിങ്ങ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് 3 ഓട്ട ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് 3 നമ്മളുടെ കുരുമുളക് ഇതുപോലെ വെച്ചു കൊടുത്ത് നല്ലതുപോലെ ഉരച്ചെടുക്കുക. മൈഗ്രെയിൻ, തലവേദന ഇവയെല്ലാം മിക്കവർക്കും വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ടയേർഡായിട്ട് തലവേദന എടുക്കുക. ഏതൊരു തലവേദന ആകട്ടെ നമ്മൾ ബാം പറ്റുന്നതിനേക്കാളും 100% റിസൾട്ടാണ് ഈ ഒരു മച്ചിങ്ങ ഇതുപോലെ ഉരസി തലയിൽ തേക്കുകയാണെങ്കിൽ. മൈഗ്രെയിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നമ്മൾ ബാമൊക്കെ കുറച്ച് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്കിന്ന് ഭയങ്കര ഡള്ളാകും. ആ ഭാഗത്ത് ഭയങ്കര ഡള്ളാകും. അതൊന്നും ഉണ്ടാവില്ല. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ തലവേദന മിനിറ്റുകൾക്കുള്ളിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് ചെയ്തു നോക്കണേ. ഈ മച്ചിങ്ങ അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം തേക്കുക. അടുത്തതായിട്ട് കിളിന്ത് മച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അത് 2 പീസാക്കി എടുക്കുന്നുണ്ട്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ജാതിക്ക ഒരു ചെറിയ കഷ്ണം മാത്രം കേട്ടോ. എത്ര വലിയ വയറുവേദന ആകട്ടെ, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു ടെൻഡൻസി, ഭയങ്കര വയറിന് ബുദ്ധിമുട്ട്, നെഞ്ചത്തിരുന്ന് ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളിൽ നേരിയ ചൂടോടുകൂടി തന്നെ ഈ ഒരു വെള്ളം കുടിച്ചു നോക്കട്ടോ. 100% റിസൾട്ടാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന സൂപ്പർ ടിപ്പുകളാണ്. എല്ലാവരും എല്ലാം ചെയ്തു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.